ക്രിക്കറ്റിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത ടൈമിൽ വിരാട് കോഹ്ലി എന്നാൽ എനിക്ക് വെറുപ്പായിരുന്നു. എന്തിനാണ് ഈ മനുഷ്യൻ ആവശ്യത്തിനും അനാവശ്യത്തിനും വഴക്കിടാൻ പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ ഗ്രൗണ്ടിൽ ഇത്രയും അഗ്രസീവായി പെരുമാറുന്ന കോഹ്ലി കളിക്കളത്തിന് പുറത്ത് ഹീസ് എൻ എൻറ്റയർലി ഡിഫറെന്റ് പേഴ്സൺ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇത്രയും നല്ലൊരു മനുഷ്യൻ ക്യാമറ കണ്ണുകൾ തുറിച്ചു നോക്കുന്ന ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇത്രമാത്രം അഗ്രസീവായി പെരുമാറുന്നത്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അയാൾക്ക് തന്റെ ജീവനും ജീവിതവും ക്രിക്കറ്റാണ്. ഇറ്റ്സ് ജസ്റ്റ് പ്യോർ പാഷൻ. വർഷം 26 ഈ പരിപാടി തുടങ്ങിയിട്ട് അതിനിടയിൽ ഒരു പിടി ജയപരാജയങ്ങൾ തനിക്ക് സംഭവിച്ചു. എന്നിരുന്നാൽ പോലും ഇന്നും ഒരു മാച്ചിൽ ഈവൻ ചെറിയൊരു വിക്കറ്റിന് പോലും ടീമിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് വിരാട് ആയിരിക്കും. ഒപ്പം തന്റെ ടീമിന് ഒരു പ്രശ്നം വരുമ്പോൾ മുന്നിൽ നിന്ന് ഡീൽ ചെയ്യുന്നത് ഈ പറഞ്ഞയാളായിരിക്കും. ആക്ച്വലി ഹീസ് എ ലിവിംഗ് എക്സാമ്പിൾ ഫോർ us. ഈ മനുഷ്യൻ നമ്മളെ പലതും പഠിപ്പിച്ചു. ചവിട്ടി നിൽക്കുന്ന മണ്ണൊലിച്ചു പോകുമ്പോഴും എങ്ങനെ ധൈര്യമായി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാമെന്ന്, എങ്ങനെ ഒരു സ്ത്രീയെ റെസ്പെക്ട് ചെയ്യണമെന്ന്, ഒരു ലീഡറിന്റെ കടമകൾ എന്തെന്ന്, അങ്ങനെ പലതും. ഓരോ ഇന്ത്യക്കാരനും മാതൃകയായി നേട്ടങ്ങളുടെ കൊടുമുടിയിൽ ചെന്ന് നിൽക്കുമ്പോൾ സാക്ഷാൽ കോഹ്ലിയെ പോലും താറടിച്ചു കാണിക്കാൻ ഒരു പറ്റം ആളുകൾ ശ്രമിക്കുന്നു. എന്നാൽ സ്വന്തം അച്ഛൻ മരണപ്പെട്ട നാളിൽ പോലും രഞ്ജി ട്രോഫിയുടെ ആദ്യ മത്സരം തെല്ലൊന്നിടറാതെ കളിച്ച 18 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ